ഹായ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്പനിയിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. അതിൽ പറഞ്ഞ പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു മന്ത്രത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ട് അതിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരു മുമ്പ് ആദ്യം തുടക്കത്തിൽ ചെയ്തൊരു വീഡിയോയിൽ എന്നോട് ഒരാൾ എപ്പോഴും ചോദിച്ചു, താങ്കൾ എപ്പോഴും ഈ ഞാനെന്ന് പറയുന്നില്ലേ, പിന്നെ ഈ ഞാനിനെ ഇല്ലാതാക്കുന്നതല്ലേ പോയിന്റ്. അപ്പോൾ ഇപ്പം നിങ്ങൾ തന്നെ ഈ ഞാനിൽ ഇത്രയും ഐഡൻറ്റിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് പ്രയോജനമെന്ന്. അതുപോലെ തന്നെ പിന്നീട് എന്നോട് വേറെ ആരോ ഇതുപോലെയൊക്കെ കമൻറ്റിൽ ഞാനിൻ്റെ പ്രസക്തിയെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഞാൻ, സെൽഫ്, അതിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങളാരും മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലൊരു കാര്യം ഞാൻ ഇപ്പോൾ പറയാം. ഈ കാവ്യകണ്ഠ മുനി എന്നൊരു മഹാനായ ഒരു സാഹിത്യകാരനെ കൊണ്ടുവരും, സ്കോളറായിരുന്നു അയാൾ, തമിഴ്നാട്ടിൽ. അദ്ദേഹം ആരുടെയും മുമ്പിൽ കാൽ തൊട്ട് വണങ്ങാറില്ല. കാരണം അദ്ദേഹം എന്തോ വലിയ ആളാണെന്നൊരു ധാരണ അദ്ദേഹത്തിന് തന്നെ ഉണ്ട്. പിന്നെ ഒരു മനുഷ്യനേക്കാൾ ചെറുതല്ല, അങ്ങനത്തെ ഐഡിയോളജീസിലൊക്കെ വിശ്വസിക്കുന്ന ഒരു റവല്യൂഷണറി ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരിക്കൽ ഈ രമണ മഹർഷിയെ കാണാനായിട്ട് വരികയാണ്. രമണ മഹർഷിയെ കണ്ട മാത്രമല്ല അദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹം സെൽഫ് റിയലൈസ് ചെയ്തൊരു മഹാനായ വ്യക്തിയാണെന്ന്. കാരണം ആ വെളിച്ചം രമണ മഹർഷിയുടെ അടുത്ത് അദ്ദേഹത്തിന് ഫീൽ ചെയ്യാൻ കഴിഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് ഈ രമണ മഹർഷിയുടെ കാലിലേക്ക് വീഴുകയാണ്. രമണ മഹർഷിയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞതിന് ശേഷം അദ്ദേഹം ചോദിച്ചു, ഞാൻ ഈ ആയിരക്കണക്കിന് വേദങ്ങളും മറ്റു ഉപനിഷത്തുകളും പുരാണങ്ങളിലും ഒക്കെ പഠിച്ചു. ഞാൻ മന്ത്രങ്ങളിങ്ങനെ സ്ഥിരമായി പാരായണം ചെയ്യുന്നു, ഞാൻ പ്രാണായാമം ചെയ്യുന്നു, ഞാൻ മറ്റ് അഭ്യാസങ്ങൾ ചെയ്യുന്നു. ഇത്രയൊക്കെ ചെയ്ത എനിക്ക് ഇപ്പോഴും തപസ് എന്താണെന്ന് മനസ്സിലായിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. ദയവ് ചെയ്ത് അങ്ങെങ്കിലും എനിക്ക് പറഞ്ഞു തരണം എന്താണ് തപസ്സെന്ന്. അദ്ദേഹം എഴുന്നേറ്റതിന് ശേഷം രമണ മഹർഷി അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ ആദ്യം ഉണ്ടാവുന്ന ചിന്ത, ആദ്യത്തെ തോട്ട്, ഫസ്റ്റ് റൈസിങ് ഓഫ് എ വേർഡ് അല്ലെങ്കിൽ ഒരു സെൻസേഷൻ എന്ന് പറയുന്നത് ഞാൻ എന്ന് പറയുന്ന ഭാവമാണ്. അതെവിടെ നിന്ന് ഉയരുന്നു എന്ന് നിങ്ങൾ നോക്കുന്നോ, നിങ്ങൾ അതിലോട്ട് നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ പയ്യെ നിങ്ങളുടെ മനസ്സ് അതിൽ അലിഞ്ഞു ചേരും. അങ്ങനെ അലിഞ്ഞു ചേർന്ന ആ അവസ്ഥയെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് തപസ് എന്ന് പറയുന്നതെന്ന്. അതാണ് യഥാർത്ഥ ബ്രഹ്മവിദ്യ. അതാണ് യാഥാർത്ഥ്യത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമായ വഴി. അതാണ് ഈ ഞാൻ എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി. നോക്കൂ, എല്ലാ ചിന്തകളും എല്ലാ സെൻസേഷൻസും ഉണ്ടാവുന്നത് ഈ ഞാൻ എന്ന് പറയുന്ന നമ്മുടെ ഐഡൻറ്റിഫിക്കേഷനാണ്, നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു ഐഡൻറ്റിറ്റിക്കാണ്, ഒരു സെൽഫ് ഇമേജിനാണ്. അതിൽ നിന്നാണ് മറ്റെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഫസ്റ്റ് തോട്ട്, ആദ്യത്തെ ചിന്ത എന്ന് പറയുന്നത് ഞാനാണ്. ആ ഞാനിൽ നിന്നാണ് മറ്റെല്ലാം ഉണ്ടാകുന്നത്. ഞാനാണ് ആദ്യം, അത് കഴിഞ്ഞാൽ മതി. ഇപ്പം നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടാകുമ്പോൾ, ഒരു സെൻസേഷൻ ഉണ്ടാകുമ്പോൾ, ഒരു വിഷമം ഉണ്ടാകുമ്പോൾ, ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ, ഒരു സുഖം ഉണ്ടാകുമ്പോൾ, ഇതെല്ലാം അനുഭവിക്കുന്നത് ആരാണ്? ഈ ഞാൻ എന്ന് പറയുന്ന ഐഡൻറ്റിഫിക്കേഷനാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആദ്യം ഉണ്ടായ ചിന്ത ഞാൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഞാനിൻ്റെ ഒരു കുഴപ്പം എന്താണെന്നറിയാമോ? ഈ രമണ മഹർഷിയുടെ ഒരു തിയോളജിയിലാണ് ഞാൻ പറയുന്നത്. ഞാനിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്ന് പറയുന്ന ഈ ഐഡൻറ്റിഫിക്കേഷന് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അതിന് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും വേണം. എന്തെങ്കിലും ഒരു ചിന്തയായിട്ടോ ഒരു ഫീലിംഗ് ആയിട്ടോ ഒരു വസ്തുവായിട്ടോ അറ്റാച്ച്ഡ് ആയിട്ട് മാത്രമേ അതിന് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ഒറ്റയ്ക്ക് സെൽഫായിട്ട് നിൽക്കാനേ സാധിക്കില്ല. അതാണ് ഈ ഞാനിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഈ ഞാനിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം. അതായത് ഈ ഞാനെന്ന് പറയുന്ന ഫീലിങ്ങിനെ ഒറ്റപ്പെടുത്തണം. അതിനെ ഒറ്റപ്പെടുത്തിയാൽ മാത്രമേ, അതിന് പിടിച്ചു നിൽക്കാൻ ഇത്തരം സാഹചര്യങ്ങളോ സാധ്യതകളോ ഇല്ലാതായി കഴിഞ്ഞാൽ മാത്രമേ അത് നിലനിൽപ്പില്ലാതെ ഡിസോൾവ് ആയി പോകും. ഈ ഞാൻ എപ്പോഴും ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഈ എന്തിനെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, എന്തിനെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അതിൽ കയറിയങ്ങ് പിടിക്കും, ഒരു പേടി വന്നു കഴിഞ്ഞാൽ അതിൽ കയറിയങ്ങ് പിടിക്കും, അല്ലെങ്കിൽ ഒരു സുഖത്തിൽ കയറി പിടിക്കുകയോ അല്ലെങ്കിൽ നാളത്തെ പറ്റിയുള്ള ഹോപ്പിൽ കയറി പിടിക്കും. അതിങ്ങനെ പിടിച്ചിരിക്കുന്നത് ആ ഒരു ഫീലിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഫീലിംഗ് ഡിസോൾവ് ആയി പോവാതിരിക്കാൻ വേണ്ടി സ്വയം തൻ്റെ നിലനിൽപ്പിന് വേണ്ടി അത് ഫൈറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ കാണുന്ന സഫറിങ്ങുകളെല്ലാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നോക്കൂ, ഞാനീ പറയുന്ന ഈ ഫീലിങ്ങിനെ പറ്റിയാണ്. നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് വ്യക്തികളായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എന്നെപ്പറ്റിയും പറയണം, നിങ്ങളെപ്പറ്റിയും പറയണം. കാരണം ഭാഷയിൽ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മാത്രമേ സംസാരിക്കാൻ സാധിക്കൂ. എന്നാലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനും താങ്കളും ഒന്നാണ് എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഇവിടെ ഉണ്ടെന്ന് വെച്ചിട്ട് താങ്കളുടെ കയ്യിലിരിക്കുന്ന ഒരു വസ്തു എടുത്ത് എൻ്റെ കയ്യിൽ വെച്ചിട്ട് ഇത് ഞാനാണ് അല്ലെങ്കിൽ എൻ്റെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യണം. സിസ്റ്റം തകരാൻ പാടില്ല, കയോസ് ആയി പോകും.
അപ്പം ഈ സംസാര ഭാഷയിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും നമുക്ക് രണ്ട് പേരായിട്ട് ഇങ്ങനെ തിരിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളെ ഉള്ളിൽ നമ്മുടെ ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഐഡൻറ്റിഫിക്കേഷൻ അപ്പോഴും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അതില്ലാതാക്കാൻ നമ്മൾ ഈ ഞാനെന്ന് പറയുന്ന കാര്യത്തിന് ഐസൊലേറ്റ് ചെയ്യണം. അതിന് ഈ ഞാനിനെ ആദ്യം കണ്ടെത്തണം. അതായത് നമ്മൾക്ക് പലർക്കും അറിയില്ല അവരവൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഞാനെന്ന് പറയുന്നൊരു ചിന്ത വരുന്നുണ്ടെന്നും ആ ചിന്തയിൽ നിന്നാണ് ഈ മറ്റെല്ലാം ഉണ്ടാകുന്നതെന്ന് മെജോറിറ്റി ആൾക്കാർക്കും അറിയില്ല. കാരണം അവർ ഈ ചിന്തയ്ക്ക് ഞാനെന്ന് പറയുന്ന സെൻസേഷൻ അല്ലെങ്കിൽ ഫീലിങ്ങിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളിൽ അത്രത്തോളം അറ്റാച്ച്ഡും ഐഡൻറ്റിഫൈഡും ഫോക്കസ്ഡും ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഐസൊലേറ്റ് ചെയ്യണം. അതിന് രമണ മഹർഷി ഒരുപാട് മന്ത്രോച്ചാരണങ്ങളെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ സ്ഥിരമായി ഉച്ചരിക്കേണ്ട ഏറ്റവും നല്ല മന്ത്രം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്നാണ് ആ മന്ത്രം എന്നാണ് പറഞ്ഞത്. കാരണം ആദ്യമായി ഉത്ഭവിച്ച വാക്ക് എന്ന് പറയുന്നത് ഞാനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഓം എന്ന് പറയുന്നതിൻ്റെ തന്നെ പര്യായമായിട്ടാണ് ഞാനിനെ കാണുന്നത് പലപ്പോഴും. എല്ലാ ഭാഷയിലും അവനവനിപ്പം ദൈവമുണ്ടോ ഇല്ലെന്ന് ആർക്കും അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ പലർക്കും സംശയം ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം എല്ലാവരുടെയും ഉള്ളിൽ ഞാനെന്ന് പറയുന്ന ഫീലിംഗ് ഉണ്ട്. ആ ഫീലിങ്ങിൽ ഐസൊലേറ്റ് ചെയ്യുകയും അതിൽ ഹോൾഡ് ഓൺ ചെയ്താൽ മാത്രമേ അത് ഡിസോൾവ് ആയി പോവുള്ളൂ. അതിന് നമ്മൾ റിപ്പീറ്റഡായിട്ട് ഉച്ചരിക്കേണ്ട ഒരു മന്ത്രം എന്ന് പറയുന്നത് ഞാൻ 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 എന്ന് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനനം ചെയ്യുകയാണ് പറയുന്നത്. അത് മനനം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്കായിട്ട് ഓട്ടോമേഷനിൽ യാന്ത്രികമായ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല പറയുന്നത്. ഞാനെന്ന് പറയുന്ന ആ ഒരു സെൻസേഷൻ നമ്മുടെ ഉള്ളിൽ എവിടെയാണെന്ന് നമ്മളിങ്ങനെ പറഞ്ഞ് അതിലോട്ട് പോകും. നമ്മുടെ മനസ്സിൽ ഈ ഞാൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ ഞാൻ എന്ന് പറയുന്ന തോട്ട് റൈസ് ആയതിനു ശേഷം മറ്റ് തോട്ട്സ് വരെയാണ്, മറ്റ് കാര്യങ്ങൾ വരെയാണ്, മറ്റ് ഐഡൻറ്റിഫിക്കേഷനിലോട്ട് ഇത് പോവുകയാണ്. ഇതിലോട്ടൊന്നും പോവാതെ ആദ്യം ഉത്ഭവിച്ച ആ ഞാനെന്ന് പറയുന്ന സെൻസേഷൻ അല്ലെങ്കിൽ ചിന്ത ഉദിക്കുന്ന സ്ഥലത്ത് തന്നെ അതിനെ പിടിച്ചു നിർത്താനാണ് ഈ ഞാനെന്ന് പറയുന്ന വാക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നത്. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് വ്യക്തമായി തെളിഞ്ഞ് കാണാൻ സാധിക്കും ഈ ഞാൻ എന്ന് പറയുന്ന ആ ഒരു ചിന്തയെ അല്ലെങ്കിൽ ആ ഒരു സെൻസേഷനെ. അതിൽ തന്നെ ഫോക്കസ്ഡ് ആയിരിക്കുക. നിങ്ങളെ അറ്റൻഷൻ പൂർണ്ണമായി അതിൽ കൊടുക്കുക. നിങ്ങളെ എല്ലാ അവയർനെസ്സും പൂർണ്ണമായി ആ സെൻസേഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്ങിൽ കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ചിന്തയിൽ കൊടുക്കുക. അങ്ങനെ സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം സംഭവിക്കുന്നതാണ് അതിൻ്റെ ഡിസോൾവിഫിക്കേഷൻ. അത് തന്നെത്താനെ ഡിസോൾവ് ആവും, അത് അലിഞ്ഞ് ഇല്ലാതായി തീരും. അത് ഒറ്റപ്പെട്ട് നിന്നാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അത് എന്തെങ്കിലും അറ്റാച്ച്ഡായി നിൽക്കുന്നതോ അതിന് ശക്തി കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ജീവിതത്തിൽ എന്ത് വസ്തുവിനോട് അറ്റാച്ച്മെൻറ്റ് ചെയ്താലും അതെല്ലാം ശക്തി കൊടുക്കുന്നത് നമ്മുടെ ഈ ഞാനെന്ന് പറയുന്ന സെൻസേഷനാണ്, അല്ലെങ്കിൽ ആ ഒരു ഈഗോയ്ക്കാണ്. അപ്പോൾ നമ്മൾ എന്തിന് താല്പര്യം ഉണ്ടെങ്കിലും നമുക്ക് അത് സെക്സ് ആവാം, വസ്തുക്കളാവാം, പണമാവാം, അധികാരമാവാം, ലക്ഷറി സാധനങ്ങളാവാം, എന്തിലായാലും നമ്മൾ എന്തിൽ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മുടെ ഈ ഞാനെന്ന് പറയുന്ന തോട്ടിലാണ്, ആ ഒരു ചിന്തയിലാണ്. അതിൻ്റെ ഫോക്കസും അതിൻ്റെ ബലവും കൂട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഞാനെന്ന് പറയുന്ന സെൻസേഷൻ അല്ലെങ്കിൽ ആ ഒരു ചിന്തയ്ക്ക് സുഖവും പ്ലഷറും നിലനിൽപ്പും കൊടുക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും. നമുക്ക് നമ്മുടെ താല്പര്യം കൊണ്ട് നമ്മുടെ സുഖത്തിന് വേണ്ടി നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ ഞാനിൻ്റെ നിലനിൽപ്പ് ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. അതുപോലെ തന്നെ ഈ ഞാനെന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു ടൈമിൽ നിങ്ങൾക്ക് മനനം ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ഉള്ളിലോട്ട് നോക്കിയാൽ തന്നെ ആ ഒരു സെൻസേഷനെ, ആ ഒരു ചിന്തയെ, ആ ഒരു ഫീലിങ്ങിനെ കാണാൻ സാധിക്കും. അങ്ങനെ കാണാൻ സാധിക്കുമ്പോൾ പിന്നെ മനനം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ കാണുന്നതിലങ്ങ് റെസ്റ്റ് ചെയ്താൽ മതി, അതിൽ തന്നെ വിശ്രമിച്ചാൽ മതി. തീർച്ചയായും അത് ഡിസോൾവ് ആവും. നിങ്ങൾക്ക് ബോധോദയത്തിലേക്കുള്ള ഏറ്റവും ഈസിയസ്റ്റ് വേ ഇതാണ്. ഈ രമണ മഹർഷിയിൽ നിന്ന് ബോധോദയം നേടിയെന്ന് ഞാൻ വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ അണ്ണാമലൈ സ്വാമിയെ പറ്റി എനിക്കിതാണ് പറയാനുള്ളത്. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, ഉച്ചരിക്കാൻ പറ്റിയ മന്ത്രം, ഏറ്റവും ശക്തിയുള്ള മന്ത്രം എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് ഞാൻ എന്ന പറയുന്ന വാക്കിലാണ് പറയുന്നത്. അത് ഓരോ ഭാഷയിലും ഓരോന്നായിരിക്കും. ചിലത് അയാം, അങ്ങനെ നാൻ, തമിഴിലാണെങ്കിൽ നാൻ യാർ എന്ന് പറയുന്ന രമണ മഹർഷിയുടെ ഫേമസ് ആയിട്ടുള്ള വാക്ക് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതിന് പുറമേ തന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഈ ഞാനെന്ന് പറയുന്ന ഈ ഒരു തോട്ടിൽ ഐസൊലേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് നിങ്ങൾ നിൽക്കുമ്പോൾ ഇത് ചില സമയത്ത് നിങ്ങളെ ഉള്ളിൽ വല്ലാത്തൊരു കൺഫ്യൂഷനോ ഒരു ഇറിറ്റേഷനോ ഒക്കെ ഉണ്ടാകും. അത് ആ ഒരു അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, അതിൻ്റെ സർവൈവലിന് വേണ്ടി ചെയ്യുന്ന ഫൈറ്റാണെന്നുള്ള ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാകണം. അപ്പോഴും നമ്മൾ ഈ ഐയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കണം. അതുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളിലോട്ട് നമ്മുടെ ഫോക്കസ് പോകാതെ ആ ഒരു തോട്ടിൽ ഐസൊലേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം.
ഇത് വളരെ ഈസി ആയിട്ട് അങ്ങനെ മനസ്സിലാക്കാമെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഈ റോബർട്ട് ആഡംസ് എന്ന് പറയുന്ന രമണ മഹർഷി തന്നെ ഫോളോ ചെയ്യുന്ന മറ്റൊരു ഫോറിനറാണ് അദ്ദേഹം. അമേരിക്കയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്ലഷർ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്രേ ഉള്ളൂ, നമ്മുടെ ശ്വാസം ഇങ്ങനെ വന്നു പോകുമല്ലോ ഓട്ടോമാറ്റിക്കായിട്ട്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മനനം ചെയ്യുക. എന്താണ്, അപ്പം അദ്ദേഹം ഇംഗ്ലീഷുകാരനായിരുന്നുകൊണ്ട് അദ്ദേഹം ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. എന്താണ്, ഐ ആം, ഐ ആം, അതായത് ഐ ആം എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിനാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിന്. നിങ്ങൾക്ക് മലയാളത്തിൽ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഞാൻ ഞാൻ നിങ്ങളെ ഓരോ ശ്വാസം മേലോട്ട് പോകുമ്പോഴും ഞാനെന്ന് മനനം ചെയ്യുക, തിരിച്ച് പോകുമ്പോഴും ഞാനെന്ന് ചെയ്യുക. ഈ ശ്വാസത്തെ വലിച്ചു കയറ്റാനോ തള്ളിവിടാനോ നിൽക്കേണ്ട, വെറുതെ ഇങ്ങനെ മനസ്സിൽ ഉച്ചരിച്ചുകൊണ്ടിരിക്കുക. 1 മണിക്കൂർ നിർത്താതെ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ ചിന്തയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, വേണ്ട. എന്നാലും എഫേർട്ടോട് കൂടി 1 മണിക്കൂർ നിങ്ങൾ വെറുതെ ഇരുന്നത് ചെയ്ത് നോക്കുക. ഡെഫിനറ്റായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള സെൻസേഷൻ ഐസൊലേറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കാണാൻ സാധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഭയങ്കര സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകും. കാരണം ഐസൊലേറ്റ് ആയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ഐഡൻറ്റിഫിക്കേഷൻസ് കുറയുകയാണ്, നമ്മളെ അഡിക്ഷൻസ് കുറയുകയാണ്. എന്തിനോടുള്ള അഡിക്ഷൻ ആയാലും അഡിക്ഷൻസ് എല്ലാം കുറഞ്ഞ് നമുക്ക് കുറേ നേരം നമ്മുടെ ഉള്ളിൽ തന്നെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ 1 മണിക്കൂർ ചെയ്യണം. നിങ്ങൾ സ്വസ്ഥമായിട്ട് 1 മണിക്കൂർ ഇരുന്ന് ആ ഒരു മെഡിറ്റേഷൻ്റെ പവർ, അല്ലെങ്കിൽ ആ ഒരു ധ്യാനത്തിൻ്റെ പവർ നിങ്ങൾ അറിയണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ഈസിയാണ് തന്നെ. പക്ഷേ ഇതെപ്പോഴും ഈസി ആയിരിക്കില്ല. ഈ ഒരു മനനം വിത്ത് ബ്രത്തിൻ്റെ കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഈസിനെസ്സും ഒരു സുഖവും തോന്നും. ഈ സുഖം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു എന്ന് പറയുന്ന സെൻസേഷനെ, ഫീലിങ്ങിനെ, ചിന്തയെ ഐസൊലേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തോട്ട് ഡിസോൾവ് ആയി തീരെയൊന്നുമില്ല. ഇറ്റ് ഈസ് മൈൽസ് ടു ഗോ എന്ന് പറയാം. നമ്മുടെ ലീനിയർ തിങ്കിങ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇനി ഒരുപാട് പോകാനുണ്ട്. പക്ഷെ തൽക്കാലം ഈ എന്ന് പറയുന്ന സെൻസേഷൻ ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനമാണെന്നും, അത് മറ്റുള്ള വസ്തുക്കളിൽ അറ്റാച്ച് ചെയ്യുമ്പോഴാണ് നിലനിൽപ്പുണ്ടാകുന്നതെന്നും ശക്തി ഉണ്ടാകുന്നതെന്നും അത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്നും നമ്മൾക്ക് ആവശ്യമില്ലാത്ത ചിന്തകളും വിഷമങ്ങളും സഫറിങ്സും ഉണ്ടാക്കി തരുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടി വെറും 1 മണിക്കൂർ ഇത് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സംശയമുണ്ട്, കോമൺ സെൻസ് ഉള്ള ഏതൊരു മനുഷ്യനും ഇത് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ ജാതി, മതം, നിറം, രാജ്യം ഒന്നും ഒരു വിഷയമല്ല. ഐ ഹോപ്പ് എവിടെയുള്ള ഒരു മലയാളത്തിലാണ് ഞാൻ ഇത് പറയുന്നതുകൊണ്ട് ഏതൊരു മലയാളി ഇത് കാണുന്നവർക്കും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഈ ഒരു ആദ്യ മന്ത്രം അല്ലെങ്കിൽ ആദിമ മന്ത്രമായിട്ടൊക്കെ നമ്മൾ കണക്കാക്കുമ്പോൾ ഇതിന് മറ്റ് ചില സൂപ്പർ നാച്ചുറൽ പവർ ഉള്ളത്, എബിലിറ്റി ഉള്ളതായിട്ടൊക്കെ പറയപ്പെട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എല്ലാം റൈസ് ചെയ്യുന്നത്, ഓരോ ചിന്തയും തുടങ്ങുന്നത് ഈ ഞാനെന്ന് പറയുന്നതിൽ നിന്നാവുമ്പോൾ ബേസിക്കലി രമണ മഹർഷിയുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഈ അദ്വൈത വേദാന്ത കാഴ്ചപ്പാടിൽ എല്ലാം ചിന്തകളാണ്. നമ്മൾ കാണുന്ന ഫിസിക്കൽ റിയാലിറ്റി എല്ലാം ചിന്തയാണ്. സോ ഈ ഞാനിൽ നിന്ന് നമ്മൾ ഈ ഞാനെന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് ആ ഞാനിനെ ഐസൊലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ എല്ലാം ഒരു ചിന്തയാണല്ലോ, ഈ കാണുന്ന മെറ്റീരിയലിസ്റ്റിക് വേൾഡ് മൊത്തത്തിൽ. അപ്പം ഈ ആദ്യം ഉണ്ടായ ചിന്ത കൊണ്ട്, ആ ചിന്തയുടെ ശക്തി കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽ റിയാലിറ്റി ആൾട്ടർ ചെയ്യാൻ സാധിക്കുമെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. അതിനെപ്പറ്റി എനിക്കറിയില്ല. നിങ്ങൾക്ക് സ്വയം പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നോക്കും, ഭാഷ ഉണ്ടാവുന്നതിന് മുമ്പേ അല്ലെങ്കിൽ മനുഷ്യന് സെൽഫ് അവെയർനെസ് ഉണ്ടായ കാലം, അതായത് നമ്മൾ യാന്ത്രികമായ ഒരു ജീവിയിൽ നിന്ന് സെൽഫ് അവെയർനെസ് ഉള്ള ഒരു വ്യക്തിത്വങ്ങളായിട്ട് മാറിയ സമയം മുതൽ നമ്മുടെ ഉള്ളിൽ ആദ്യം ഉണ്ടായ സെൻസേഷൻ എന്ന് പറയുന്നത് ഈ ഞാനെന്ന് പറയുന്ന ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ചിന്തയാണ്. അന്നതിന് ഭാഷയില്ല. കാരണം നമ്മുടെ ആദ്യ കാലഘട്ടത്തിൽ ഭാഷയൊക്കെ പിന്നീട് ഉണ്ടായി വന്നതാണ്, എവല്യൂഷൻ്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടായി വന്നതാണ്. സോ ആദ്യം ഉണ്ടായ ഒരു സെൻസേഷനിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അതിന് നമുക്കിപ്പം ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി ഇത് ഭാഷയുമായിട്ട് അത്രയും കണക്റ്റഡായി കിടക്കുന്നതുകൊണ്ടാണ് ഈ ഞാനെന്ന് പറയുന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വാക്കിനും അപ്പുറത്തേക്ക് നമ്മൾ പോകണം. ഈ വാക്കിനും അപ്പുറത്തേക്ക് പോയാലാണ് നമുക്ക് ശരിക്കും ആ ഒരു സെൻസേഷൻ്റെ ഒറിജിൻ കാണാൻ സാധിക്കുന്നത്. നമ്മളത് ആദ്യം കാണുന്നത് നമ്മുടെ തലച്ചോറിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലായിരിക്കുമെങ്കിലും അതിൽ നമ്മൾ എത്രത്തോളം അതിനെ ഐസൊലേറ്റ് ചെയ്ത് നടത്താൻ സാധിക്കും, അപ്പോഴത്തേക്ക് നമ്മുടെ തലയിൽ നിന്ന് താഴേക്ക് പോകുമെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഒരു നെഞ്ചിൻ്റെ ഒരു ഭാഗത്ത് അത് റെസ്റ്റ് ചെയ്യുമെന്നാണ് ഒരു ഒരു രമണ മഹർഷിയുടെയൊക്കെ തിയോളജിയിൽ അല്ലെങ്കിൽ ആ തിയോളജി പഠിച്ചവരും മനസ്സിലാക്കിയവരും ഒക്കെ അവകാശപ്പെടുന്നതാണ്. യു ക്യാൻ ട്രൈ ഇറ്റ് യുവർ സെൽഫ്. നിങ്ങളത് ശ്രമിച്ച് നോക്കാതെ, നിങ്ങളത് ട്രൈ ചെയ്യാതെ നിങ്ങൾക്ക് ഞാൻ എത്ര തന്നെ വേദം ഓതിയാലും കാര്യമുണ്ടാവില്ല. ഈ പോത്തിൻ്റെ ചെവിയിൽ വേദം ഓതുക എന്നൊക്കെ പറയൂലേ,
പോത്തിൻ്റെ ചെവിയിൽ വേദം ഓതിയാൽ പോലും ചിലപ്പോൾ അത് വലിച്ചെന്നിരിക്കാം. പക്ഷേ മനുഷ്യൻ്റെ ചെവിയിൽ വേദം ഓതിയാൽ അത് ഭരിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം മനുഷ്യൻ ഈ ഞാനെന്ന് പറയുന്ന സെൻസേഷൻ അപ്പുറത്ത് ഐഡൻറ്റിഫിക്കേഷനിലുണ്ടാകുന്ന ചിന്തകളും മനസ്സും ഇത്തരം കാര്യങ്ങളും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ ബിഗിനിങ്ങിലോട്ട് പോകാൻ ആരും തയ്യാറല്ല. എല്ലാത്തിൻ്റെയും തുടക്കം മനസ്സിലായാൽ മാത്രമേ അതിൻ്റെ ഒടുക്കം നമുക്ക് മനോഹരമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ മിഡിൽ പാത്തിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള സമാധാനവും സ്വസ്ഥതയും എനിക്കോ നിങ്ങൾക്കോ ഉണ്ടാവില്ല. ആൻഡ് ഐ ഹോപ്പ് എവരി വൺ ഷുഡ് ഗെറ്റ് പീസ്. എല്ലാവർക്കും സമാധാനം ഉണ്ടാവണം, സ്വസ്ഥത ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ പറയും, എൻ്റെ ഈ പറയുന്ന ഞാനെന്ന് പറയുന്ന ഐഡൻറ്റിഫിക്കേഷൻ നിന്നുണ്ടാകുന്ന ആഗ്രഹമായിട്ട് നിങ്ങൾ കണ്ടാലും യാതൊരു പ്രശ്നവുമില്ല. ബട്ട് ഇറ്റ് ഈസ് എ ഗുഡ് കോസ്. I believe so. Anyway, that's all. Thank you.